സ്നേഹവും ബഹുമാനവുമുള്ള നമ്മുടെ ജ്യേഷ്ഠ സഹോദരനും ISROയിലെ റിട്ടയേർഡ് എഞ്ചിനീയറുമായ രാമരാജൻ സാറ്, നമ്മുടെ കൂടപ്പിറപ്പും നമ്മുടെ ജ്യേഷ്ഠനുമായ പാലക്കുളം ഭവനത്തിൽ TN മോഹൻ അച്ചായൻ, നമ്മൾ സുകുമാരൻ അച്ചായൻ എന്ന് വിളിക്കുന്ന നമ്മുടെ മോഹൻ അച്ചായൻ, അദ്ദേഹത്തോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന ISROയിലെ ജോലി ചെയ്യുന്ന നമ്മുടെ കൊട്ടക്കാട് കോട്ടമുറി ശാഖയിലെ തൃക്കൊടുത്താനം ശാഖയിലെ അംഗവും കോട്ടമുറിയിൽ താമസിക്കുന്ന ബിജു അച്ചായൻ, ക്ലാസിന്റെ അധ്യാപകരെ, ക്ലാസിന്റെ സെക്രട്ടറി, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ്. കാരണം വേറൊരു ശാഖയിലെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാത്തൊരു സൗഭാഗ്യം, ഒരു സന്തോഷം, ഒരു സമ്മാനമായിട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഏത്? ശാസ്ത്ര മേഖല എന്ന് പറയും. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്ര രംഗത്തുണ്ടായി വരുന്നു. ആദിമ മനുഷ്യനിൽ നിന്നും ആധുനിക മനുഷ്യനിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ വളർച്ചയാണ്. അതിലൊരു വലിയ പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ISRO എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ISRO എന്ന് കേട്ടിട്ടുണ്ടോ? ISRO എന്ന് കേട്ടിട്ടുള്ളവരെന്ന് കൈവക്കിക്കേ. ISRO പോയിട്ടുള്ളവരെന്ന് കൈവക്കിക്കേ. അവിടുത്തെ മ്യൂസിയം ഒക്കെ കണ്ടിട്ടുള്ളവര്, നമ്മുടെ ശാഖയിലെ കുട്ടികളും സ്കൂളിലെ കുട്ടികളും ഒക്കെ അവിടെയൊക്കെ പോയിട്ടുള്ളവർ. നമ്മള് സാറ്റലൈറ്റ് ലോഞ്ചിങ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ഈ സാറ്റലൈറ്റിന് ഒത്തിരി പ്രയോജനമുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ശത്രുക്കൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വലിയ വലിയ ഉപകരണങ്ങളുണ്ട് അല്ലേ? ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്, അവിടേക്ക് കടന്നു ചെന്നാൽ ഈ ഉപഗ്രഹങ്ങൾ ഇങ്ങനെ തനിയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും.
വേനൽ കൂടാരം 2024 എന്ന പേരിൽ ഈ ശാഖാമന്ദിരത്തിൽ ആഘോഷിക്കുമ്പോൾ ശക്തിയുള്ള നാമധേയത്തിൽ എല്ലാവർക്കും ശാഖാമന്ദിരം അർപ്പിച്ചുകൊണ്ട് സമയം വളരെ അതിക്രമിച്ചതിനാൽ ഞങ്ങൾ ഈ കൊണ്ടുവന്ന ഈ റോക്കറ്റിൻ്റെ മോഡല് റോക്കറ്റ് വിക്ഷേപണം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തുടങ്ങുന്നത് തന്നെ 1960കളുടെ ആരംഭകാലത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ കുമ്പ എന്ന് പറയുന്ന സ്ഥലത്താണ്. വളരെ ഒരു 20 സെൻറ്റിമീറ്റർ വ്യാസവും വരുന്ന റോക്കറ്റാണ് നമ്മൾ ആദ്യം വിക്ഷേപിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ റോക്കറ്റിൻ്റെ ലോഞ്ചിങ് സ്റ്റേഷൻ, അതായത് വിക്ഷേപണ സ്ഥലം, നമ്മൾ ആന്ധ്രാപ്രദേശിലുള്ള ശ്രീഹരിക്കോട്ടയിലേക്ക് മാറ്റപ്പെടുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ല വളരെ ജനസാന്ദ്രത കൂടിയ ഒരു സ്ഥലത്ത് നമുക്ക് വിക്ഷേപണം എന്തെങ്കിലും ഒരു അപാകത വന്നു കഴിഞ്ഞാൽ കടലിലേക്ക് അതിനെ നശിപ്പിച്ച് കളയാൻ ഉള്ള ഒരു സംവിധാനമുണ്ട്. അതിനും വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഈ ടെലഫോൺ വന്നത്. ഈ ടെലഫോൺ വരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദൂരദർശൻ, അതായത് TV, ഇപ്പോൾ ഒരുപാട് ചാനലുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ സാറ്റലൈറ്റ് കൂടിയേ നമുക്കിതിനെ സംപ്രേഷണം ചെയ്യാൻ സാധ്യമുണ്ട്. ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ വിക്ഷേപിച്ച ചെറിയ റോക്കറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ള റോക്കറ്റുകളാണ്. ഇപ്പോഴും ദുബായിൽ നിന്ന് മാസത്തിൽ 1-2 ദിവസം വിക്ഷേപിക്കാറുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ GSLV, പിന്നെ അവിടെ ഉള്ളത് GSLV Mark 3 റോക്കറ്റിൻ്റെ മോഡലാണ് നമ്മൾ സംഭരണങ്ങൾക്ക് വേണ്ടി സമ്മാനമാക്കുന്നത്. മൂന്നാമതുള്ള ക്രയോജനിക് എഞ്ചിനാണ്. ക്രയോജനിക് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും -249 ഡിഗ്രി 249 ഡിഗ്രിയിൽ ഹൈഡ്രജനെ ഓക്സിജനെ 2 ടാങ്കിലായിട്ട് വെച്ചിരിക്കുക, 2 ഭാഗത്തായിട്ട് വെച്ചിരിക്കുക. അതിന് ആവശ്യാനുസരണം നമ്മൾ ആ ഒരു മിശ്രിതം, അതായത് ഹൈഡ്രജനും ഓക്സിജനും മിശ്രിതമാക്കി നമ്മൾ ഫയർ ചെയ്യുകയാണ്. അതാണ് ലോകത്തിലെ ഏറ്റവും പവർ കൂടിയ ഇന്ധനം. അത് ഉപയോഗിക്കുന്നത് ഈ GSLV Mark 3 GSLV. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ GSLV Mark 3 റോക്കറ്റിൻ്റെ ചില പ്രവർത്തനങ്ങൾ ഞാനത് വിശദീകരിച്ചിരുന്നു. അതായത് ഈ റോക്കറ്റിൻ്റെ ഇവിടെ മുതൽ ഈ ഭാഗം വരെയുള്ള ഭാഗത്താണ് സാറ്റലൈറ്റ് വയ്ക്കുന്നത്. സാറ്റലൈറ്റ് വിടാനും അതുപോലെ തന്നെ നമ്മളെ മനുഷ്യരെ നമ്മൾ ബഹിരാകാശത്ത് കൊണ്ടുപോകാനും ഉപയോഗിക്കുന്നത് ഈ റോക്കറ്റാണ്. ഇത്രയും ഭാഗം മുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ റോക്കറ്റ് ഉപയോഗിക്കുന്നത്. ഒരേപോലെ ഫയർ ചെയ്യും. ഇത് 200 ടണ്ണുണ്ട്. 200 ടണ്ണ് ഖര ഇന്ധനമാണ്. ഇതിനകത്ത് 25 ടൺ ക്രയോജനിക്കാണ് വന്നത്. പഠിച്ച വലിയ ആളാകണ്ടേ? അതുപോലെ തന്നെ ഡോക്ടർ എഞ്ചിനീയറും മറ്റൊക്കെ ആകുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പഠിച്ചു വലിയ ആളാകുമ്പോൾ നമ്മുടെ അവിടെയൊന്നും വലിയ വലിയ ആൾക്കാർ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഈ സാധനം കണ്ടിട്ട്
ഇത് നമ്മൾ കണ്ടോ? റോക്കറ്റ് കണ്ടോ? കണ്ടു. റോക്കറ്റ് കണ്ടിട്ട് ഇതെന്താണെന്ന് പഠിക്കണം. പഠിച്ച് നിങ്ങളുടെ തുടങ്ങുന്ന ചെറിയ അറിയാതെ കഷ്ടപ്പെട്ട് പഠിച്ചിപ്പോൾ ഒരു എഞ്ചിനീയറായി. ഇവിടെ അമരലാളാണ് ഞാൻ. ഇതൊക്കെ വേണ്ടി ഇത് കണ്ട് പഠിച്ച് മനസ്സിലാക്കിയാൻ വേണ്ടി സാധാരണ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഭാവി, നല്ലൊരു ദൈവാനുഗ്രഹം നമ്മുടെ ഗുരുദേവൻ അനുഗ്രഹിച്ചുണ്ടാകട്ടെ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ വാക്കിൽ നിർത്തുന്നു. എല്ലാവർക്കും സ്നേഹം. ബഹുമാനപ്പെട്ട വിദ്യാലയം അതിന് ഇവിടെ ക്ലാസ് എടുക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ശാഖാംഗമായ പി.എൻ. മോഹൻ സാറ്, അതുപോലെ തന്നെ സാറ്, രാമരാജ് സാറ്, ചേച്ചി, സ്റ്റഡി ക്ലാസ്സിൻ്റെ ഭാരവാഹികളെ എല്ലാവർക്കും പഞ്ചമഹാശക്തികളുടെ നാമത്തിൽ സ്നേഹമുണ്ട്. വേനൽക്കൂടാരത്തിൻ്റെ നമ്മളെല്ലാ വർഷവും നടക്കുന്നത് തന്നെ ഈ വർഷവും നമ്മൾ ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു 5 ദിവസമാണ് നമ്മളെ ഈ അമരക്കുന്നെ ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇരിക്കുന്നവർക്ക് നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ ഈ വേനൽക്കൂടാരത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്കായിട്ട് അത് സമർപ്പിച്ചപ്പോൾ വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ അഭിമാനവും ഒക്കെയാണ് തോന്നിയത്. കാരണം നമ്മുടെ ശാഖാംഗമായ തന്നെ നമ്മുടെ അച്ഛന്, നമ്മുടെ കൂടപ്പറപ്പുകൾ നമുക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് എന്തെന്നറിയാത്ത ഒരു തലമുറ, നമ്മൾ ഈ റോക്കറ്റ് എന്തെന്നറിയാത്ത ഒരു തലമുറ കടന്നു പോയിരിക്കുന്ന ഒരു തലമുറയിൽ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ഇതെങ്ങനെയാണ് റോക്കറ്റ് വിക്ഷേപിക്കുന്നതെന്ന് വളരെ വിശദീകരിച്ച് നമുക്ക് അറിയുകയാണ്. ഈ സ്നേഹവും അതുപോലെ കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു. എല്ലാവർക്കും സ്നേഹമുണ്ട്.